ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഈ ചെടി എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേരാണ് ചുണ്ടങ്ങ കേട്ടോ. അപ്പോൾ ഈ കായ് നമുക്ക് കറി വയ്ക്കാൻ പറ്റും. ഞാനിപ്പോൾ അത് ചുണ്ടയ്ക്ക് പുളി വയ്ക്കാൻ പോവുകയാണേ. ഞാൻ എന്താ കുറച്ച് കായൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞെട്ടെല്ലാം മാറ്റി എന്നിട്ട് ഈ കായ് നമുക്ക് നന്നായി ഒന്ന് ചതയ്ക്കണം കേട്ടോ. ചതച്ചതിന് ശേഷം അതിൻ്റെ വിത്ത് മുഴുവൻ മാറ്റണം കേട്ടോ. വിത്ത് നല്ല കയ്പ്പായിരിക്കും. കറിയിൽ വിത്തും കൂടെ പെട്ടാൽ നല്ല കയ്പ്പായിരിക്കും. അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് വിത്തും അതിൽ നിന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ വിത്ത് കാണാൻ വഴുതിരിങ്ങ വിത്ത് പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാം കുറച്ച് എടുത്തിട്ട് ഇടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഇടിക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ കളറ് മാറി വരുന്നുണ്ട് കണ്ടോ. അതിൻ്റെ കറയാണിത്. അപ്പോൾ ഞാനിതാ എല്ലാം ഇടിച്ചെടുത്തു. ഇത് കണ്ടോ, വെള്ളത്തിൻ്റെ കളറ് തന്നെ മാറിയില്ലേ. ഇത് അതിൻ്റെ കറയാണ് കേട്ടോ. വെള്ളം കളറ് കണ്ടോ, അതിൻ്റെ കറയാണേ. അപ്പോൾ ഞാൻ ഇതെല്ലാം നന്നായിട്ട് ഞെരടി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വിത്ത് കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി ഇത് 2-3-4 പ്രാവശ്യം ഇങ്ങനെ കഴുകി എടുക്കണം കേട്ടോ. എന്നാൽ മാത്രം അതിൻ്റെ വിത്തും ആ കയ്പ്പൊക്കെ മാറുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കറി വയ്ക്കുന്ന സമയത്ത് കറി നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് മാറ്റി. ഇത് കണ്ടോ, ഞാൻ നിങ്ങൾക്ക് വിത്ത് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ വിത്ത് കണ്ടാൽ നമുക്ക് വഴുതിനിങ്ങയുടെ വിത്ത് പോലെ തന്നെയാണ്. ഇലയും ചെടി കണ്ടാലും നമ്മൾ വഴുതിനിങ്ങ ചെടി പോലെ തന്നെയാണ്. പക്ഷേ കായ് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അത് ചുണ്ടയ്ക്കയാണെന്നുള്ളത്. അപ്പോൾ വിത്ത് കണ്ടോ, വഴുതിനിങ്ങ വിത്ത് പോലെ തന്നെയുണ്ട്. അപ്പോൾ അതാ വീണ്ടും ഞാൻ അതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. 2-3-4 പ്രാവശ്യം കഴുകുന്നുണ്ട് കേട്ടോ. ഇതിൽ നിറയെ വിത്തുണ്ടാവും. അപ്പോൾ അതാ നന്നായി കഴുകിയെടുത്തു. ഇനി എങ്ങനെ കറി വയ്ക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതാ എണ്ണ ചൂടായി. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചുണ്ടയ്ക്ക ഇട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി വഴറ്റണം. നമ്മൾ നാരങ്ങ അച്ചാറിടുമ്പോൾ എണ്ണയിലിട്ട് നാരങ്ങ വഴറ്റില്ല എന്ന പോലെ ഈ കായ് നന്നായി നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ നിറം നന്നായിട്ട് മാറി വരണം. നല്ലൊരു ബ്രൗണിഷ് കളറിൽ ആകുന്ന സമയത്ത് നമുക്ക് മതിയാക്കാം. അപ്പോൾ അതാ നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതാ കളറൊക്കെ നന്നായി മാറി. ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ വാളംപുളി, തക്കാളി, ചെറിയുള്ളി ചതച്ചത് എല്ലാം എടുത്തിട്ടുണ്ട്. വാട്ടി വെച്ച ചുണ്ടങ്ങ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കറി എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം കേട്ടോ. അതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നന്നായി പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വാടി വരണം കേട്ടോ. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. അതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നല്ല കാറ്റിൻ്റെ സൗണ്ട് ഉണ്ടേ. അപ്പോൾ അതാ കുറച്ച് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് വാടി വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് അതിന് ശേഷം എന്താ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പച്ചമണം മാറണ വരെ വഴറ്റണേ. അതിനുശേഷം നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ചുണ്ടങ്ങ ഉണ്ടല്ലോ അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വാളംപുളി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ചേർത്താൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കറി? അപ്പോൾ ഇതാ നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ.